ഹാഷ്മി മന്ത്രി അത് പറഞ്ഞല്ലോ, ആ സെന്റൻസ് മന്ത്രി പറഞ്ഞല്ലോ, നിങ്ങൾ എന്തിനാ അത് വിഴുങ്ങി കളയുന്നത്? ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഒരാളെങ്കിൽ ചെയ്ത ജോലിയിൽ അവര് വലിയ വിള്ളൽ വീണു, വലിയ പാളിച്ച സംഭവിച്ചു, അതിനെക്കുറിച്ചിട്ട് ഒന്ന് വെളുപ്പിക്കാൻ മന്ത്രി നോക്കി. മന്ത്രിക്കും ചെറിയ പാളിച്ച വന്നു, നാട്ടുകാർക്കൊക്കെ അത് കാര്യമായിട്ട് മനസ്സിലായി. അതിന് ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നിങ്ങൾക്ക് വിഷമിക്കത്തക്ക ഒന്നും കാര്യം പറഞ്ഞില്ല. നമ്മളുടെ ആരുടെയും പ്രയാസത്തിൻ്റെ കാര്യമല്ലല്ലോ. നമ്മൾ പണി ഏൽപ്പിച്ചിരിക്കുന്ന ഒരാളെങ്കിൽ എന്ന കോൺട്രാക്ടർ കൃത്യമായി പണി ചെയ്യാത്തതിനെ നമ്മൾ ഒന്നിച്ച് നിന്ന് എതിർക്കണ്ടേ? അത് ചെയ്യുന്നതിന് വരെ ഒരാളെങ്കിലും വേണ്ടിയിട്ട് വെളുപ്പിക്കൽ പണിയെടുക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം എന്താ കാശ്മീർ, വിള്ളലായാലും ക്രാക്കായാലും ഇവരെന്ത് പേരിട്ട് വിളിച്ചാലും മേൽക്കൂര ചോർന്ന് മഴവെള്ളം താഴോട്ട് കിനിഞ്ഞിറങ്ങി. അത് സത്യമാണല്ലോ. ഇനിയും ഇവർ ഊരാളെങ്കിലും വെളുപ്പിക്കാൻ വേണ്ടി തള്ളൽ തുടർന്നാൽ ഈ വിള്ളലിൻ്റെ വീതി കൂടും, പെരുമഴയാ വരുന്ന വെള്ളം വീണുകൊണ്ടിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൽ തീരുമാനം ഉണ്ടാക്കണം. അത് ഊരാളുങ്കലിൻ്റെ ചുമതലയാണ്. അത് നടത്തിപ്പിനുള്ള പണിയാണ് മന്ത്രി ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഊരാളുങ്കലിന് വേണ്ടിയിട്ട് സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് മാർക്കറിൻ്റെ പാട് മാച്ചു എന്ന് പറഞ്ഞ് ആ നുണയും മായ്ച്ചു കളഞ്ഞു എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ വേണ്ടി വിട്ടേക്കുന്ന ആളല്ല മന്ത്രി. അദ്ദേഹത്തിൻ്റെ പണി അതല്ല എന്ന് തിരിച്ചറിയണം. ഇനി സബ്ജക്റ്റ് എക്സ്പെക്റ്റ് ആണോ എന്ന് ചോദിച്ചു. ഹാഷ്മി, ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ പെയിൻറ്റ് പണിയും ഈ പറഞ്ഞ മെക്കാട് പണിക്കൊക്കെ കുറച്ചൊക്കെ പോയിട്ടുള്ള ഹെൽപ്പറും ഇതൊക്കെ ആയിട്ട് ഇത് എക്സ്പെർട്ടൊന്നുമല്ല, പക്ഷേ ചിലപ്പോൾ നമുക്ക് കുറച്ച് കാര്യമൊക്കെ അറിയാം. നമുക്ക് പനിയുണ്ട്, പനി വന്നാൽ ചൂടുണ്ടെന്ന് പറയാനായിട്ട് നമ്മൾ ഡോക്ടർ ആവേണ്ട കാര്യമില്ല. അത് ഏത് തരം പനിയാണ് എന്ന് പറയാൻ ഒരു ഡോക്ടറുടെ സബ്ജക്റ്റ് എക്സ്പെർട്ടും വേണം. അതുപോലെ തന്നെയാണ് ആ മേൽക്കൂരയിൽ വിള്ളലുണ്ട്, വെള്ളം കിഴിഞ്ഞിറങ്ങുന്നു എന്ന് പറയാൻ സാമാന്യ ബോധം നഷ്ടപ്പെടാത്ത സകല മനുഷ്യർക്കും പറ്റും. അത് എന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെയാണ് അത് വന്നത് എന്ന് പറയാൻ ഒരു സബ്ജക്റ്റ് എക്സ്പെർട്ട് വേണം. എഞ്ചിനീയറിംഗ് സ്കില്ലുള്ള ആളായിരിക്കണം, എക്സ്പെർട്ട് ആയിരിക്കണം. അത് മന്ത്രി അല്ല എന്ന് തന്നെയാണ് എൻ്റെ വാദം. അത് സുരേഷ് കുമാറിന് മനസ്സിലാകാത്തത് എൻ്റെയും തങ്ങളുടെയും രാഷ്ട്രീയ ബോധ്യം വ്യത്യസ്തമായതുകൊണ്ടാണ്. ഇനി ഒന്നാമത്തെ കാര്യം, ടൗൺഷിപ്പിൽ നിങ്ങൾ താക്കോൽ കൈമാറിയ 178 വീടുകളുടെ പണി പൂർത്തിയായോ? പൂർത്തിയായിട്ടില്ല. ഇന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്നെ പറഞ്ഞത് ഇപ്പോഴും പൂർത്തിയാകാത്ത വീട്, കൈമാറ്റം ചെയ്യാത്ത വീടിനെ കുറിച്ച് എന്തിനാ ആക്ഷേപം എന്നാ. അപ്പം പിന്നെ നിങ്ങൾ അന്ന് എന്തിനാ താക്കോൽ കൊടുത്തേ? വല്ലവരുടെയും കസ്റ്റഡിയിലിരിക്കുന്ന വീടിൻ്റെ താക്കോൽ ഈ പാവങ്ങൾക്ക് കൊടുത്ത് പറ്റിച്ചെന്തിനോ? വിഷുവിന് മുമ്പ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഭൂകമ്പത്തെ അതിജീവിക്കുമെന്നാണ് നിങ്ങൾ പ്രഖ്യാപിച്ചത്. മഴവെള്ളത്തെ അതിജീവിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ചോദിക്കണ്ടേ, ഇനി സർക്കാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആരാ സർക്കാർ? സുരേഷ് കുമാറെ, നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടി കൊടുത്തിരിക്കുന്നത് 774 കോടി രൂപയുടെ നോട്ടക്കാരൻ. അതനുസരിച്ചിട്ട് ഈ പാവപ്പെട്ടവർക്ക് 410 വീട് വെച്ച് കൊടുക്കാനുള്ള ഇതിൻ്റെ നോട്ടക്കാരൻ മാത്രമാണ് സർക്കാർ. അല്ലാതെ സർക്കാർ എന്ന് പറഞ്ഞാൽ AKG സെന്ററിൽ ബക്കറ്റ് വീട് കിട്ടുന്നതിൻ്റെ വീതം വെച്ച് പാവങ്ങൾക്ക് സംഭാവന കൊടുക്കുന്ന പരിപാടി ഒന്നുമല്ല. ഇത് നാട്ടുകാരുടെ സംഭാവനയാ, സോഷ്യൽ ക്യാപിറ്റൽ. അതിൻ്റെ അർത്ഥം ഒന്ന് പഠിക്കുന്നതല്ല. ഇനി പാലാരിവട്ടം പാലം, കൂളിമാട് പാലവും ഒന്നും ഇതായിട്ട് കമ്പയർ ചെയ്യേണ്ട. ഇതൊന്നും കമ്പയർ ചെയ്യേണ്ട. ഈ കൊച്ചിയിൽ മുണ്ടംവേലിയിൽ PNT കോളനിക്കാർക്ക് പണിത് കൊടുത്ത വീടുണ്ട്, ഫ്ലാറ്റ് സമുച്ചയമുണ്ട്, ചോർന്നൊലിക്കുന്നുണ്ട്, ഒരുപാട് ആക്ഷേപമുണ്ട്. നിങ്ങൾ അതിൻ്റെ പരിഹാരം കണ്ടെത്തിയോ സുരേഷ് കുമാറെ? ഈ തൊടുപുഴയിൽ ലൈഫ് മിഷൻ പണിതുയർത്തിയ കരുമണ്ണൂരിലെ 42 കുടുംബങ്ങൾക്ക് പണിത് കൊടുത്ത ലൈഫ് മിഷന്റെ ഫ്ലാറ്റ് സമുച്ചയം 2023 കൊടുത്തു, 25 മഴയത്ത് ചോർന്നു. എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അപ്പം നിങ്ങൾ അതായിട്ട് കമ്പയർ ചെയ്യാം. ലൈഫിന് കൊടുക്കുന്ന വീട് എത്ര, ലൈഫിന് കൊടുക്കുന്ന പൈസ എത്ര, ഇവിടെ വെക്കുന്ന പൈസ എത്ര? അജഗജാന്തര വ്യത്യാസമുണ്ട്. ഹാഷ്മി, അത് ലൈഫിന് വെക്കുന്ന വീട് ദുരന്ത മേഖലയിലാണെങ്കിലും അത്രേ പണമുള്ളൂ. ഇവിടെ അങ്ങനെ അല്ലല്ലോ. ഇവിടെ 10-26 ലക്ഷം വെച്ച് പണിയുന്ന വീടല്ലേ. അത് എങ്ങനെ കമ്പാരിസൺ ചെയ്യാം? ഇവർ ചെയ്യുന്നതിനേക്കാൾ 100-300 സ്ക്വയർ ഫീറ്റ് കൂടുതൽ സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയ വീട്, സൗകര്യങ്ങളോടെ എല്ലാവിധ സാധന സാമഗ്രികളോടും കൂടി മുസ്ലിം ലീഗ് പണിത് കൊടുത്തപ്പോൾ അതിനായതിനേക്കാൾ 10-12 ലക്ഷം രൂപ ഇവർ കൂടുതലാണ് ചെലവാക്കുന്നത് സർക്കാർ. എന്തുകൊണ്ടാണ്? ഭൂകമ്പത്തെ അതിജീവിക്കാൻ, പ്രകൃതി ദുരന്തത്തെ അതിജീവിക്കാൻ. എന്നിട്ടെന്താ, മഴവെള്ളത്തെ അതിജീവിക്കാൻ പറ്റിയോ? ഇല്ല. അപ്പൊ UDF എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ലീഗ് കൊടുത്തു. കോൺഗ്രസിന്റെ പണികൾ നടക്കുന്നു. കോൺഗ്രസിന്റെ പണികൾ വൈകിയാൽ നിങ്ങൾക്ക് ആക്ഷേപമുണ്ടോ? ഇനി CPM-ന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ റെസിപ്റ്റ് തന്നു യൂത്ത് കോൺഗ്രസിന് പണം കൊടുത്തു. ഒരു റെസിപ്റ്റ് ഹാജരാക്കാൻ സുരേഷ് കുമാറിനെ ഞാൻ വെല്ലുവിളിക്കുക. സുരേഷ് കുമാർ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരന് പിരിവ് കൊടുത്തോ? യൂത്ത് കോൺഗ്രസ്സുകാർ സ്ക്രാപ്പ് ചാലഞ്ചും പേപ്പർ ചാലഞ്ചും ഒക്കെ നടത്തി പണം സംഭാവന ചെയ്തു. തികയാത്ത പണം ആ പാർട്ടിയിലെ ഭാരവാഹികൾ സ്വന്തം നിലയിലെടുത്തു. അത് KPCC-ക്ക് കൈമാറി. നിങ്ങളുടെ ആരെയും കയ്യിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ആലപ്പുഴയിൽ ബിരിയാണി ചലഞ്ച് നടത്തിയ DYFI-ക്കാർ വ്യാജ അക്കൗണ്ടിലൂടെ പണം കൊള്ളയടിച്ചത് മാധ്യമ വാർത്തയാണ്. അപ്പോൾ DYFI ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും അവിടെ വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഗവൺമെന്റ് കൊടുക്കുന്ന വീടിനെ കുറിച്ചുള്ള ചർച്ചയിൽ നിങ്ങൾ ഇത് വെച്ച് കമ്പയർ ചെയ്തേ. ഗവൺമെന്റ് കൊടുത്ത വീടിനുണ്ടായ വിള്ളലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ യൂത്ത് കോൺഗ്രസിനെ DYFI കമ്പയർ ചെയ്താൽ DYFI-ക്കാർ വാങ്ങിയ 1.25 കോടി രൂപയുടെ പലിശ എവിടെ പോയി ചോദിക്കേണ്ടി വരും. അതല്ല ഇവിടുത്തെ ചർച്ച. നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇത് രാഷ്ട്രീയ ചർച്ചയല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.